പ്രപ്പോസൽസ് ആണ്. ഇതിന്റെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ അതുപോലെയുള്ള പല സംഗതികളും ഈ 10 കൊല്ലത്തിനുള്ള ഒരു മെഗാ പ്രോജക്ട് നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങളായിട്ട് സാർ സംവാദം സാർ വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം ഇവിടെ. അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരെവരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് DMRCക്ക് അത് കിട്ടിയതെന്ന് അവന്റെ നേതൃത്വം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും സഹകരിച്ചില്ല, ഞങ്ങൾ സഹകരിച്ചു, നിങ്ങൾക്കാണ് മാറ്റം വന്നത്. PS അതിനകത്ത് വന്നു. സാർ നിങ്ങളുടെ മന്ത്രിസഭ കഴിഞ്ഞ സാർ അന്ന് ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്ക് ഐക്യമുണ്ടായില്ല. അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ UDF കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ്, ഒരു ഇഞ്ച് ഭൂമി നൽകില്ല. ഞങ്ങളല്ല പറഞ്ഞത്, ഇന്നത്തെ UDF കൺവീനർ അന്നത്തെ റവന്യൂ മന്ത്രി അന്നത്തെ ഹരിത MLA-മാരെ പ്രസ്താവന നോക്കിയതോ ഇന്ന് നിങ്ങളൊപ്പം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ തമ്മിൽ